നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിലത്തെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 159. ഇപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളൊരു ചോദ്യമാണല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന്റെ സമ്മ് ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ 1, 5, 9 എന്ന് പറഞ്ഞു പോകുന്ന സമാന്തര ശ്രേണിയുടെ സമ്മ് തന്നിട്ട് 91 തന്നിട്ടുണ്ട്. ഓക്കെ, സമ്മ് എന്ന് പറഞ്ഞാൽ 91 ആണ്. അപ്പോൾ എത്ര 1, 5, 9 ഇപ്പൊ 3 സംഖ്യകളായല്ലോ. ഇതുപോലത്തെ എത്ര സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 91 കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയാം. അപ്പൊ നമുക്ക് എഴുതാം Sn സം ഓഫ് n നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട് ഓൾറെഡി 91 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. നമുക്ക് ഒരു ഈക്വേഷൻ ഉണ്ട്, സമ്മ് കാണാനായിട്ടുള്ള ഈക്വേഷൻ ആണ് n/2 into 2x1 plus n-1 into d. ഈ ഈക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് നോക്കിക്കേ. ഓക്കെ, നോക്കിക്കേ എന്തായിരുന്നു? n/2 into 2x1 plus n-1 into d. ഇതാണ് സമ്മ് കാണാനായിട്ടുള്ള ഒരു ഈക്വേഷൻ. ഒരുപാട് ഈക്വേഷൻസ് ഉണ്ട്. ഒരു ഈക്വേഷൻ ഇതാ Sn is equal to n/2 into x1 plus xn ഇങ്ങനെ പറയുന്ന ഒരു ഈക്വേഷൻ ഉണ്ട്. ഒരുപാട് ഈക്വേഷൻസ് ഉണ്ട്, അതിലൊരു ഈക്വേഷൻ ആണ് ഈ എടുക്കുന്നത് കേട്ടോ. സോ ഇത് പഠിച്ചു വെക്കണം. സോ ഇസ് ഈക്വൽ ടു 91. മറ്റേ ഈക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ റാൻഡം ഒരു ഈക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ n/2 into 2x1 plus n-1 into d. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് n നമുക്ക് അറിഞ്ഞൂടെ, n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, n നമ്മൾ അതേപോലെ തന്നെ എഴുതി വെച്ചു, n/2 അതുപോലെ തന്നെ എഴുതി വെച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്, 2 അതേപോലെ തന്നെ എഴുതി വെച്ചു. 2x1 എന്ന് പറഞ്ഞാൽ 2 into x1 ആണ്. അപ്പൊ x1 എത്രയാണെന്ന് നോക്കിക്കേ. x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദമാണ്, അത് എത്രയാണ്? 1 ആണ്. പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, n അറിയില്ല, n-1 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. 5ൽ നിന്ന് 1 പോയാൽ അല്ലെങ്കിൽ 9ൽ നിന്ന് 5 പോയാൽ നമുക്ക് വരുന്നത് 4 ആണ് വരുന്നത്. 4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇസ് ഈക്വൽ ടു 91. ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ n/2 2 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ അല്ലേ? പ്ലസ് ഇനി n into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n ആണ്. മൈനസ് 1 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 91. ക്ലിയർ? ഈസി ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ ഓരോ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ ഫോളോ ചെയ്തപ്പോൾ ഇനി ഇവിടെ എടുക്കുന്ന ഈ 2 ഉണ്ടല്ലോ, ഈ 2വിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 2വിനെ ഇവിടെ എടുക്കുന്ന 2വിനെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഈ 2വിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ഡിവിഷനായിട്ട് കിടക്കുന്ന 2 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇൻറ്റു ആവും. ഓക്കെ, സോ ഇവിടെ ബാക്കി എന്തുണ്ട്? 2 അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. സോ n ഉണ്ട്, n into 2 plus 4n minus 4 is equal to ഓൾറെഡി അവിടെ 91 ഉണ്ട്. ഓക്കെ, ഓൾറെഡി അവിടെ 91 ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഡിവിഷനായിട്ട് കിടക്കുന്ന 2 ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അത് ഇൻറ്റു ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതൊന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് എഴുതാം. n into 2 plus 4n minus 4 is equal to 91 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2, 2, 9, 9, 2, 18, 182 ആണ്. സോ 182. ക്ലിയർ അല്ലേ? 182. ഇതുവരെ മനസ്സിലായി നോക്കിക്കേ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ. n അവിടെ കിടക്കട്ടെ. ബാക്കി നോക്കിക്കേ, ഇവിടെ 2 ഉണ്ട്, 4n ഉണ്ട്, -4 ഉണ്ട്. ഇതിൽ ഏതാ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത്? ഒരേപോലെയുള്ളത് തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. 2 + 4 ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് 2 എന്ന് പറഞ്ഞ നമ്പറാ. ഈ 4 എന്ന് പറഞ്ഞ ഒരു ആൽഫ ന്യൂമറിക്ക, ഒരു ABCD പോലത്തെ ഒരു സാധനം. n എടുക്കുന്നുണ്ട്, പിന്നെ ഒരു നമ്പറും എടുക്കുന്നുണ്ട്, ആൽഫ ന്യൂമറിക് ആണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ -4 എടുക്കുന്നുണ്ട്, അതായത് 2 - 4 ചെയ്യാൻ പറ്റും. 2 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. വലുത് ഏതാ? 4 ആണല്ലോ. 4ൽ നിന്ന് 2 കുറച്ചു, 4ന്റെ ചിഹ്നമായിട്ടുള്ള മൈനസ്. അപ്പൊ നമുക്ക് എഴുതാം. ബാക്കി ഇവിടെ നിന്നുണ്ട് 4n ഉണ്ട് ഇവിടെ എടുക്കുന്നത്. 4n - 2 എന്ന് എഴുതാം. 4n - 2 is equal to 182. ഓക്കെ, ഈ n പുറത്ത് എടുക്കുന്നത് കൊണ്ട്
നിങ്ങൾ മനസ്സിലാക്കണം, ഈ n പുറത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n വെച്ചിട്ട് ഇതിനൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. n പുറത്ത് കിടക്കുന്നുണ്ട്, ആ കിടക്കുന്ന 4n നമ്മൾ n വെച്ച് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പുറത്ത് കിടക്കുന്ന 2നെയും എന്ത് ചെയ്യണം, നമ്മൾ n വെച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യണം. സോ n into 4n is equal to 4n square minus n into 2 is equal to 2n is equal to 182. മനസ്സിലായല്ലോ? ഇനി അപ്പുറത്ത് കിടക്കുന്ന ആ 182നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, 182നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്തുണ്ട് ഓൾറെഡി? 4n സ്ക്വയർ മൈനസ് 2n. ഈ 182 അവിടെ പ്ലസ് ആയിട്ടൊക്കെ എടുക്കുന്നത് അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താവും? മൈനസ് 182. ബാക്കി എന്തുണ്ട്? ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതുവരെ മനസ്സിലായി നോക്കിക്കേ. വേണമെങ്കിൽ ഇതൊരു ഇരട്ട സംഖ്യകളാണല്ലോ, ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? ഇവിടെ എല്ലാത്തിനെയും 2 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 കട്ട് ചെയ്ത് പോയി 2n സ്ക്വയർ. ഇത് കട്ട് ചെയ്ത് പോയി n മാത്രം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 91 കിട്ടും. അപ്പോൾ ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് എഴുതാം, ഇവിടെ 2 കട്ട് ചെയ്തപ്പോൾ 2 ഉണ്ട്, ഇവിടെ n സ്ക്വയർ എടുക്കുന്നുണ്ട്. സോ 2n സ്ക്വയർ, കാരണം നോക്കിക്കേ, ഇത് കട്ട് ചെയ്തപ്പോൾ 2, ഇവിടെ n സ്ക്വയർ എടുക്കുന്നുണ്ട്, 2n സ്ക്വയർ മൈനസ് n മാത്രം മൈനസ് ഇവിടെ 91 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. a ഇസ് ഈക്വൽ ടു ആദ്യം എഴുതിയിട്ടില്ല 2, b ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇവിടെ 1 n മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ അർത്ഥം തൊട്ടാ എത്ര n ഉണ്ട്? ഒരു n ഉണ്ട്. സോ 1 ആണ് അവിടെ എടുക്കുന്നത് കേട്ടോ. b ഇസ് ഈക്വൽ ടു എന്ത് 1 -1 ആണ്. c ഇസ് ഈക്വൽ ടു എത്രയാണ്? -91. കിട്ടിയല്ലോ? എയും ബിയും സിയും കിട്ടിയല്ലോ. എയും ബിയും സിയും കിട്ടി. ഓക്കെ, ബി -1 കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് ഇവിടെ n എന്ന് മാത്രമേ ഉള്ളൂ. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു n എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായ? ആ 1 അതിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. -b പ്ലസ് ഓർ മൈനസ്, അതായത് x ഇസ് ഈക്വൽ ടു x ഇസ് ഈക്വൽ ടു ഇവിടെ x ന് പകരം നമ്മൾ n കാണുന്നത്. ഓക്കെ, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ minus 4ac divided by 2a. ഓക്കെ, വാല്യൂസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ -b എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ മൈനസ് എടുക്കുന്നുണ്ട്. മൈനസ് ഓഫ് -1 രണ്ടും കൂടി പ്ലസ് ആവും. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. b എത്രയെന്ന് പറഞ്ഞു? -1 ആണ്. -1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എത്രയാ? 2 അല്ലേ? ഇൻറ്റു c എത്രയാ? -91 divided by 2a, that is 2 into 2. ഓക്കെ, മിക്കവാറും 2a ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാത്തിലും 4 ആണ് വന്നിട്ടുള്ളത്. നോക്കാം. സോ മൈനസ് ഓഫ് -1 ദാറ്റ് ഈസ് 1 പ്ലസ് ഓർ മൈനസ് ഇവിടെ x എന്നാണെങ്കിൽ എഴുതിയേക്കാട്ടെ. x is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. മൈനസ് 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു -91 ഇൻറ്റു 8, 1 8 9 8 82 അല്ല 72 728. ഓക്കെ, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓൾറെഡി ഇപ്പോൾ -728 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 4. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം x ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 728. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, രണ്ടും കൂടി പ്ലസ് ആവും. സോ 729 ആവും ഡിവൈഡഡ് ബൈ 4. ക്ലിയർ? സ്റ്റെപ്പുകൾ ഓക്കെ ആണെന്ന് നോക്കിക്കേ. ഇതുവരെ കിട്ടിയല്ലോ. ഇനി 729 ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്ന് നോക്കിക്കേ. നമുക്ക് നോക്കാം. 27 നോക്കാം. 7 49 27 നോക്കാം. 27 × 27 സിക്കൽ ടു 7 49 49 9 ബാക്കി 4 1 7 2 14 14 4 18 1 7 2 14 14 4 ബാക്കി 1 4 5 9 8 4 12 2 ബാക്കി 1 5 6 7 729. യെസ്, ഏതിൻ്റെതാണ്? 27ൻ്റെതാണ്. സോ വി ക്യാൻ റൈറ്റ്. ഇവിടെ x ആണ് എഴുതിയിട്ടുള്ള, n എന്ന് വേണമെങ്കിൽ എഴുതാട്ടോ. നോക്കിക്കേ, x എന്നാണ് നമ്മൾ വാരിയബിൾ കൊടുത്തിട്ടുള്ളത്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന n ആണ്. വേണമെങ്കിൽ x ന് പകരം n എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ n എന്ന് എഴുതുന്നുണ്ട്. x എന്നോ n എന്നോ എഴുതാം, കുഴപ്പമില്ല. 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് നമ്മൾ ചെയ്തു 27 ഡിവൈഡ് ബൈ 4. ഓക്കെ, 27 ഡിവൈഡ് ബൈ 4. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 സെക്ഷനായിട്ട് എഴുതണ്ടേ? ഏതൊക്കെ എഴുതാം നമുക്ക്? n ഈസ് ഈക്വൽ ടു ഒന്നുകിൽ 1 പ്ലസ് 27 ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിലോ n ഈസ് ഈക്വൽ ടു 1 മൈനസ് 27 ഡിവൈഡഡ് ബൈ 4.
സോ ഇവിടെയാണെന്നുണ്ടെങ്കിലോ 28 ഡിവൈഡ് ബൈ 4 7 അല്ലേ, 7 4 ഒരു 7 2 14 21 28 7 ഉത്തരം കിട്ടും. ഓക്കെ, n ഇസിക്കൽ ടു 7 എന്ന് കിട്ടി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 20 മൈനസ് ആണ് കേട്ടോ, -20 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം -26 ഡിവൈഡ് ബൈ 4. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുത്തരം കിട്ടുന്നത് 6 4 24 6 6 പോയിന്റ് സംതിങ് അല്ലേ കിട്ടുന്നത്. പോയിന്റ് വാല്യൂ കിട്ടുന്നത് മാത്രമല്ല മൈനസ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇതല്ല നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് n ഇസിക്കൽ ടു 7 ആണ്. മനസ്സിലായോ? 7 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 7 ആണ് എന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നമ്മൾ ഉത്തരമൊക്കെ കിട്ടി. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ, ഞാനിത് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഇനി അഥവാ അങ്ങനെ തെറ്റാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ചുമ്മാ ചെയ്തു നോക്കാം. എന്നെ എത്ര കിട്ടി? നമുക്ക് 7 ആണെന്ന് കിട്ടില്ലേ. 7/2 ഇൻറ്റു ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു x1 1 പ്ലസ് n-1 that is 7 - 1 ഡിഫറൻസ് 4 ഇസിക്കൽ എത്ര കിട്ടും? 91 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 7/2 അതുപോലെ തന്നെ എഴുതി വെക്കാം. ഇവിടെ ഇൻറ്റു 2 പ്ലസ് 7 × 4 28 ഒരു 4 മൈനസ് 4 ഇസിക്കൽ ടു 91. നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടിയിട്ട് അത് ശരിയാണെന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്യുന്നത് മാത്രം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചുമ്മാ വേണമെങ്കിൽ ചെയ്യാം. 2 പ്ലസ് 28 4 പോയി 24 ഇസിക്കൽ ടു 91. സോ 7/2 ഇൻറ്റു 24 ഇത് കൂട്ടുമ്പോൾ 26 ഇസിക്കൽ ടു 91. ഇതും കട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. സോ 7 ഇൻറ്റു 13 ഇസിക്കൽ ടു 91. ഒന്ന് ചെയ്ത് നോക്കാം. 13 ഇൻറ്റു 7 ഒരു 7 7 2 14 3 7 21 21 ബാക്കി 2 ഒരു 7 7 7 2 9 91. യെസ്, ഉത്തരം കിട്ടി കണ്ടോ. ഓക്കെ, സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് 1 5 9 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിൽ എത്ര സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാലാണ് 91 കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7 സംഖ്യകൾ തമ്മിൽ 7 സംഖ്യകൾ 1 5 9 അങ്ങനെ കൂട്ടിയിട്ട് 7 നമ്പേഴ്സ് വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 91 കിട്ടുന്നതാണ് ഉത്തരം. ആൻഡ് വി ഹാവ് 1 മോർ ക്വസ്റ്റ്യൻ ടു ഡു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇതുവരെ മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം.